ഫിഫ വേൾഡ് കപ്പ് ലൈവ് നടക്കുന്നതിന്റെ ഇടയില് സ്റ്റേഡിയത്തിലെ സ്ക്രീനില് ബിടിഎസിന്റെ ഡൈനമൈറ്റ് പ്ലേ ആയപ്പോ ഐഷോ സ്പീഡ് ഒരു റിയാക്ഷൻ ഇട്ടിരുന്നു. കണ്ടായിരുന്നോ? പിന്നെ ഒരു ആട്ടായിരുന്നു, കൂടെ നിന്നവരെ കൂടി തുള്ളിച്ച ആട്ടം. ഇതേ ആട്ടം അണ്ണൻ മുമ്പൊരു തവണ ട്രൈ ചെയ്തിട്ടുണ്ട്. അന്ന് സുല്ലിട്ടതാ സ്പീഡ്, പിന്നെ ഇപ്പഴാ ആ ആട്ടം കാണണേ. സത്യത്തിൽ ബിടിഎസിനെ നേരിട്ടോ സ്ക്രീനിലോ കാണുമ്പോ പുറമേ കാണിച്ചില്ലെങ്കിലും ഓരോ ബിടിഎസ് ആർമിയുടെയും ഉള്ളിലുണ്ടാകുന്ന എക്സൈറ്റ്മെന്റും ആ ഒരു എനർജിയുമാണ് അന്ന് നമ്മള് സ്പീഡിൽ കണ്ടത്. പിന്നീട് പെർഫോമൻസ് കഴിഞ്ഞ് സ്പീഡ് ബിടിഎസിനെ കണ്ടിരുന്നു. സ്പീഡിന്റെ ഒഫീഷ്യൽ ഇൻസ്റ്റഗ്രാമിലെ ആ ഒരു വീഡിയോ ജസ്റ്റ് 15 hours 266 മില്യൺ ആണ് അടിച്ചത്. വേൾഡ് കപ്പ് തുടങ്ങിയ അന്ന് മുതൽ സ്റ്റേഡിയത്തിലേക്ക് താമസം മാറിയതാ സ്പീഡ്. അന്ന് തൊട്ട് കണ്ടിന്യൂസ് ആയി വീഡിയോസും ഇടുന്നുണ്ട്. എന്നാ ഈ വേൾഡ് കപ്പ് സീരീസിലെ തന്നെ ഇത്രയും റീച്ച് കയറിയ വേറൊരു വീഡിയോ ആ അക്കൗണ്ടിലില്ല. എന്തായാലും സ്പീഡ് ഹാപ്പിയാണ്, നമ്മളെ ചെക്കന്മാരും ഹാപ്പിയാണ്, നമ്മളും ഹാപ്പി. ഈ സ്പീഡ് എഫക്റ്റ് ഉണ്ടല്ലോ, വല്ലാത്തൊരു എഫക്റ്റ് ആണ്. കൂക്കിയൊക്കെ ഡബ്ബറും പാല് കുടിച്ച പോലെയാണ് തുള്ളിയിരുന്നത്. പിന്നെ ഈ ഒരു വീഡിയോ മനഃപൂർവമോ അല്ലാതെയോ എക്സാക്ട്ലി സ്പീഡിന്റെ അതേ മീമ് പോലെ ഇല്ലേ, ഒരച്ചില് വാർത്ത പോലെ ഉണ്ട്. പക്ഷേ ഈ വേൾഡ് കപ്പ് ഫൈനലിലെ ഹാഫ് ടൈം ഷോ പലർക്കും അത്രയ്ക്ക് അങ്ങ് ബോധിച്ചിട്ടില്ല എന്നതാണ് സത്യം. ഇതിനെതിരെ ഒരു കൂട്ടര് പറയുന്ന പ്രധാന കാരണം എന്താന്ന് വെച്ചാ, ഓണത്തിനിടയ്ക്ക് പുട്ടുകച്ചവടം എന്ന് പറയുന്ന പോലെ ഈ ഹാഫ് ടൈം ഷോയുടെ ആവശ്യമേ അവിടെ ഇല്ലായിരുന്നു എന്നാണ്. കാരണം അത്രയും ശക്തരായ രണ്ട് ടീമുകൾ തമ്മിലുള്ള ജയപരാജയങ്ങളുടെ ഇടയ്ക്കുള്ള ആ ഒരു ചെറിയ ഇടവേളയില് എല്ലാവരും അത്രയ്ക്കധികം ടെൻഷൻ അടിച്ച് നിൽക്കുന്ന സമയമായിരിക്കും. ആ ഒരു സമയത്ത് ഒരു കൺസേർട്ട് ആസ്വദിക്കാനുള്ള മനോനിലയിലൊന്നും ആയിരിക്കില്ല ആരും. അത് കളിക്കാരാണേലും ശരി, ഗ്യാലറിയിലും ലോകമെമ്പാടും ഇരുന്ന് കളി കാണുന്ന ഫുട്ബോൾ ആരാധകരാണെങ്കിലും ശരി. ആകപ്പാടെ അനുവദിച്ചിട്ടുള്ള ടൈം എന്ന് പറഞ്ഞിട്ടുള്ളത് വെറും 15 മിനിറ്റ് മാത്രമാണ്. ആ സമയത്തിനുള്ളിൽ ഇക്കണ്ട ആർട്ടിസ്റ്റുകൾ മൊത്തവും പെർഫോം ചെയ്യാൻ വേണം. മര്യാദയ്ക്ക് ഒരു പരിപാടിയും കണ്ടു തീർക്കാനോ പാട്ട് മുഴുവനായി കേൾക്കാനോ ആർക്കും പറ്റിയില്ല എന്നതാണ് സത്യം. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഈ ഹാഫ് ടൈം ഷോയുടെ ആവശ്യമേ ഇല്ലായിരുന്നു എന്ന് തന്നെയാണ് എനിക്കും തോന്നുന്നത്. ഈ ഷോയെ വേണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്. ഇത് കുറച്ചുകൂടി നേരത്തെ, അതായത് മാച്ച് തുടങ്ങുന്നതിന് തൊട്ട് മുമ്പായിരുന്നെങ്കിൽ എല്ലാവർക്കും ഒരുപോലെ ആസ്വദിക്കായിരുന്നു. കളിക്കാർക്കും ഒരു ആവേശമൊക്കെ വന്നേനെ. ഇനി ചെസ് നമ്പർ 2 ഓൺ സ്റ്റേജ് മിസ്റ്റർ ഡേവ് പോർട്ട്നോയ്. ആള് ബിടിഎസിനെ മാത്രല്ല ജസ്റ്റിൻ ബീബറിനും കൂടി ഇട്ടാണ് താങ്ങിയേക്കുന്നത്. ജെബിയുടെ സോങ് സെലക്ഷൻ അത്ര പോരാന്നും വേൾഡ് കപ്പ് പോലുള്ള ഒരു ഇവന്റിന് ചേർന്ന എനർജി ആ സോങ്ങിന് ഇല്ലായിരുന്നു. എനർജിയുടെ കാര്യം ഓക്കെ, പക്ഷെ ലിറിക്സ് അത് നോക്കണം മിസ്റ്റർ, ഉള്ളിൽ അർത്ഥമുണ്ട്. ഓപ്പണിംഗ് സെറിമണിക്കും അതുപോലെ ഒഫീഷ്യൽ സോങ്ങിനുമായിട്ട് ഇവിടുന്ന് ഒരാള് അങ്ങോട്ടേക്ക് എത്തിയിരുന്നു, നല്ല എനർജറ്റിക് സോങ് ഒക്കെ ആയിട്ട്. ഒരു ഡിസ്ക്ലൈമർ പറഞ്ഞോട്ടെ, ഇവിടെയുള്ള ബ്ലിങ്സ് ദയവായി എന്നോട് ക്ഷമിക്കുക. ഞാനൊരു ബ്ലാക്ക് പിങ്ക് ഹേറ്റർ ഒന്നുമല്ല, പക്ഷെ പറയാനുള്ളത് എന്തായാലും പറയണല്ലോ. ഫിഫ വേൾഡ് കപ്പ് 2026 ഒഫീഷ്യൽ സോങ് ഗോൾസ് പുറത്തിറങ്ങിയപ്പോ തൊട്ട് ഇന്ന് ഈ നിമിഷം വരെ ലിസയ്ക്ക് ഊക്കോട് ഊക്കായിരുന്നു. ഈ സോങ്ങിന് പ്രതീക്ഷിച്ചത്ര എനർജിയോ അല്ലെങ്കിൽ ഒരു വേൾഡ് കപ്പിന് പറ്റിയ ടൈപ്പേ അല്ലെന്നോ ആയിരുന്നു ഭൂരിഭാഗം വിമർശനവും. ഈ നിരാശ കാരണം ആളുകള് കൂട്ടത്തോടെ ജങ്കുക്കിന്റെ ഡ്രീമേഴ്സിലേക്ക് തിരികെ എത്തുകയായിരുന്നു. ഒരു സ്പോർട്സ് ഇവന്റിന് അനുയോജ്യമായ രീതിയിൽ പ്രതീക്ഷകളും ലക്ഷ്യങ്ങളും ഹാർഡ് വർക്കും കോർത്തിണക്കിയ സംഗീതവും വരികളും നൽകാൻ ഡ്രീമേഴ്സിന് കഴിഞ്ഞിരുന്നുവെന്നും അത് നൽകിയ ആവേശം പുതിയ പാട്ടിന് നൽകാനായില്ലെന്നുമായിരുന്നു ചൂണ്ടിക്കാണിക്കപ്പെട്ടത്. മാത്രമല്ല, ഡ്രീമേഴ്സിന്റെ കമന്റ് ബോക്സ് മുഴുവൻ ഒരു ഇയർ ക്ലെൻസിംഗ് എന്ന രീതിയിൽ ആളുകൾ ഈ പാട്ടിനെ വിശേഷിപ്പിക്കുകയും ബിടിഎസും ജങ്കൂക്കും നൽകിയ ആഗോളതലത്തിലെ മികച്ച സംഭാവനകളെ ഓർത്തെടുത്ത് അവർക്ക് വലിയ പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. ഇനി മിസ്റ്റർ ഡേവ് പറ, ഏത് ടൈപ്പ് ഓഫ് സോങ് ആണ് ഒരു സ്പോർട്ട് ഇവന്റിന് ചേർന്നതെന്ന്? പിന്നെ ബിടിഎസിനെതിരെ പറഞ്ഞത്, ബിടിഎസിനെ കണ്ട ടീനേജ് ഗേൾസിനെ പോലെ ഉണ്ട് പോലും. ബ്രോ, ആർ യു ബ്ലൈൻഡ്? 2 ദിവസത്തെ ബാക്ക് ടു ബാക്ക് കൺസേർട്ടുകളും കഴിഞ്ഞ് അവരുടെ ടൈറ്റ് ഷെഡ്യൂളിൽ നിന്ന് സമയം കണ്ടെത്തി അത്രയും എനർജറ്റിക് ആയി വന്ന് പെർഫോം ചെയ്തതൊന്നും താങ്കൾ കണ്ടില്ലേ? അല്ല, കണ്ണിലെന്താ കുരുവായിരുന്നോ? അംഗീകരിക്കാൻ പറ്റുന്നില്ലേ വിട്ടേക്ക്. അല്ലാതെ ഇങ്ങനെ അവരുടെ ജെൻഡർ ഐഡന്റിറ്റിയെ വരെ പരിഹസിക്കുന്ന രീതിയിലുള്ള സംസാരം നിർത്തൂ പ്ലീസ്. ഇതുപോലുള്ള നിലവാരം കുറഞ്ഞ വിമർശനങ്ങൾക്കുള്ള ഏറ്റവും വലിയ മറുപടി
BTS അവരുടെ പ്രവൃത്തികളിലൂടെയാണ് തരുന്നത്. ഇത്തവണത്തെ ഫിഫ വേൾഡ് കപ്പ് ഹാഫ് ടൈം ഷോയിലെ പെർഫോം ചെയ്തതിന് കോടിക്കണക്കിന് ഡോളറിന്റെ പ്രതിഫലം വാങ്ങുന്നതിന് പകരം കുട്ടികളുടെ നല്ല വിദ്യാഭ്യാസത്തിനും കായികപരമായ വളർച്ചയ്ക്കുമായി ഫണ്ട് സമാഹരിക്കുന്ന ഒരു ഗ്ലോബൽ ചാരിറ്റി ക്യാമ്പയിന് വേണ്ടി തികച്ചും ഫ്രീ ആയിട്ടാണ് BTS പെർഫോം ചെയ്തത്. കുട്ടികൾക്ക് മെച്ചപ്പെട്ട സ്കൂൾ വിദ്യാഭ്യാസവും ഫുട്ബോൾ കളിക്കാനുള്ള അവസരങ്ങളും നൽകാനായി $100 മില്യൺ ലക്ഷ്യമിട്ട് തുടങ്ങിയ ഫിഫ ഗ്ലോബൽ സിറ്റിസൺ എഡ്യൂക്കേഷൻ ഫണ്ടിന്റെ ഭാഗമായിരുന്നു ഈ പ്രകടനം. മുമ്പും ഐക്യരാഷ്ട്രസഭയിൽ സംസാരിച്ചുകൊണ്ട് യുവാക്കളിൽ പ്രതീക്ഷയും വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യവും വളർത്താൻ മുന്നിൽ നിന്ന BTS അവരുടെ ഗ്ലോബൽ ഫെയിമിനെ നല്ല കാര്യങ്ങൾക്കായി ഉപയോഗിക്കുകയാണ് ചെയ്തത്. വെറുതെ കുറ്റം പറയാനും അനാവശ്യമായി പരിഹസിക്കാനും നോക്കുന്നവരെ ഒരു കാര്യം മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. അവര് അവരുടെ പ്രതിഫലം പോലും വേണ്ടാന്ന് വെച്ച് കുട്ടികളുടെ ഭാവിക്ക് വേണ്ടി നിലകൊണ്ട ഒരു വലിയ ദൗത്യത്തെയാണ് നിങ്ങൾ പരിഹസിക്കുന്നത്. ഫുട്ബോൾ ചരിത്രത്തിലെ തന്നെ ആദ്യത്തെ ഹാഫ് ടൈം ഷോയിൽ പെർഫോം ചെയ്ത് ചരിത്രം കുറിച്ച ഈ നിമിഷം ലോകത്തിന് പ്രചോദനവും പിന്തുണയും നൽകാനുള്ള BTSന്റെ ഒരു പതിറ്റാണ്ടു നീണ്ട ദൗത്യത്തിന്റെ മറ്റൊരു തെളിവ് കൂടിയാണ്. ഇത്തവണത്തെ ഫിഫ ഫൈനലിന് ഇത്രയ്ക്കധികം വ്യൂവർഷിപ്പ് കിട്ടിയതിന്റെ പ്രധാന കാരണം BTS തന്നെയാണ്. ഒരു ഫുട്ബോൾ ആരാധിക അല്ലായിരുന്നിട്ട് പോലും എന്നെ പോലെ എത്രയോ ലക്ഷക്കണക്കിന് ആളുകളാണ് BTSന്റെ ആ ഒരൊറ്റ പെർഫോമൻസിന് വേണ്ടി മാത്രം ഇത്തവണ ഫൈനൽ കണ്ടത്. ആ ഒരു കാര്യത്തില് നിങ്ങളോട് നന്ദി പറഞ്ഞേ തീരൂ. കാരണം BTS എന്താണെന്ന് അറിയാത്തവരും ഈവൻ ഹേറ്റേഴ്സ് പോലും BTSന്റെ എൻട്രി കണ്ട് വാ പൊളിച്ചിരുന്നു പോയൊരു നിമിഷമായിരുന്നു അത്. അല്ലെങ്കിൽ വേറൊരു തരത്തിൽ പറഞ്ഞ ഹേറ്റേഴ്സ് പോലും BTSനെ കാണാൻ നിർബന്ധിതരായ ഒരു നിമിഷം. താങ്ക് യു ഫിഫ, താങ്ക് യു വെരി മച്ച്. BTSന്റെ ആഗോള സ്വാധീനവും ഫാൻ ബേസും കൃത്യമായി അറിയാവുന്നത് കൊണ്ട് തന്നെയാണ് ഫിഫ അവരുടെ ആദ്യത്തെ ഹാഫ് ടൈം ഷോയിലേക്ക് BTSനെ ക്ഷണിച്ചതും. ഇത്രയേറെ ആളുകളെ സ്ക്രീനിലേക്ക് ആകർഷിച്ചിട്ടും ഇവരുടെയൊക്കെ ഉള്ളിലെ റേസിസവും കുശുമ്പും കാണുമ്പോൾ ചിരിക്കണോ കരയണോ എന്ന് പോലും അറിയാത്തൊരവസ്ഥയാണ്. മറ്റ് ആർട്ടിസ്റ്റുകളുടെ പെർഫോമൻസ് കഴിഞ്ഞ ഉടനെ തന്നെ ഫിഫ അവരുടെ ഇൻസ്റ്റാ പേജിലെ വീഡിയോസ് ചറപറാന്ന് അപ്ലോഡ് ചെയ്തിരുന്നു. എന്നാൽ BTSന്റെ പെർഫോമൻസ് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ മാത്രം അവർക്ക് 24 മണിക്കൂറിലധികം സമയം എടുക്കേണ്ടി വന്നു. ഒക്കെ എന്തും മറുപടിയാണ് കൊടുക്കേണ്ടത്? നിങ്ങളിനി എവിടെയൊക്കെ BTSനെ മാറ്റി നിർത്തിയാലും അവരുടെ ജനപ്രീതിയെയും സ്ഥാനത്തെയും ഇല്ലാതാക്കാൻ നിങ്ങൾക്കൊരിക്കലും കഴിയില്ല.